പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അത് അവിടുത്തെ വ്യൂ നോക്കിയേ, ഒരു രക്ഷയില്ലട്ടോ, ഫുൾ കോടയാട്ടോ. അമ്മാതിരി സെറ്റ് മെഷീൻ ഓടിക്കുന്ന ആ ഒരു ത്രില്ല് എത്ര കഞ്ചാവും മയക്കുമരുന്നും കോപ്പും കുറച്ചൊക്കെ അടിച്ചാലും കിട്ടത്തില്ല. ഇതാണ് ശരിക്കുള്ള ഫീൽ. അങ്ങോട്ടും നോക്കിയേ, അതാണ് അവിടെ നല്ല അടിപൊളി വാട്ടർഫോൾസ് കേട്ടോ. ഓ പൊന്നുമോളെ, കൂൾ ഡൗൺ നോക്കടോ, കോട ഫുള്ള് കോട കയറി അടിപൊളി സെറ്റ് വ്യൂ. ഓ ഇതിനു വേണ്ടിയിട്ടാണ് വന്നത്. ലവ്ലി വ്യൂ, അടിപൊളി കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഒരു ചായ കുടിക്കാൻ വേണ്ടി മൂന്നാർ വരെ പോയാലോ? സോ ആക്ച്വലി സമയം ഇപ്പോൾ വെളുപ്പിന് 4:10. സോ ഇന്നലെ വൈകുന്നേരം വരെ രാത്രി 11 മണി വരെ ഈ പ്ലാൻ ഇല്ലായിരുന്നു. 11 മണിയായപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അപ്പോൾ നേരത്തെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആൾ തന്നെയാണ്. നമുക്ക് നാളെ സൺഡേ റൈഡ് എങ്ങോട്ടേലും പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറേയൊക്കെ നമ്മൾ ലൊക്കേഷൻസ് നോക്കി. ആൻഡ് പിന്നെ പുള്ളി ഇങ്ങനെ പറഞ്ഞു, വേണ്ട നമുക്ക് ഇവിടെ ഒന്നും പോകണ്ട, നമുക്ക് മൂന്നാറൊന്ന് പോയി ഗ്യാപ്പ് റോഡൊക്കെ ഒന്ന് കറങ്ങിയിട്ട് സെറ്റായിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ സമയം രാവിലെ 4:10. സോ ഒരു 5 മിനിറ്റ് ലേറ്റായിപ്പോയി, 5-10 മിനിറ്റ് ലേറ്റായി. സോ ഞാൻ ഹോപ്പ്ഫുള്ളി ഒരു 4 മണിയാകുമ്പോഴത്തേക്കും പാലായിൽ മീറ്റ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ഒരു 10 മിനിറ്റ് ലേറ്റായി. ഹാപ്പൻസ്. കാരണം ഇതിൽ 11 മണിക്ക് വിളിച്ച് പറഞ്ഞ് കിടന്നപ്പോൾ 12 മണിയായി. എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആകാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. സോ ഗിയേഴ്സൊക്കെ ഇട്ടിട്ട് ഫുള്ളി റെഡി ആയത്, ഫുള്ളി സെറ്റാണ്. ആൻഡ് ഇത് ഞാൻ ട്രാവലിങ്ങിന് യൂസ് ചെയ്യുന്നൊരു ബാഗ് കേട്ടോ, കാർബണാണ്. സോ മോസ്റ്റ്ലി ഫോണ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഗ്ലൗസ് നമ്മുടെ റൈനോക്സ്. സോ റൈഡിന് പോകുന്ന എല്ലാവരും പ്രോപ്പർ റൈഡ്സ്, നിങ്ങൾ പോകുമ്പോൾ പ്രോപ്പറായിട്ടുള്ള റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്യുക. കാരണം എന്തെങ്കിലും വഴി വെച്ച് സംഭവിക്കുമെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി റൈഡിന് പോകുമ്പോൾ പ്രോപ്പറായിട്ട് റൈഡിങ് ഗിയേഴ്സ് ഇട്ട് തന്നെ പോകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. കോതമംഗലം എത്തിയേ ഉള്ളൂ. കോതമംഗലം കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നേ ഉള്ളൂ. ഇവിടെ അത്യാവശ്യം വഴിക്കൊക്കെ നല്ല എന്താ പറയുക, വീതി കൂട്ടി പണിതുകൊണ്ടിരിക്കുക. ബട്ട് ടു ബി ഓണസ്റ്റ്, കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും വഴിക്ക് നല്ല അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഒന്നുകൂടെ സെറ്റാവും. അപ്പം കുറച്ചുകൂടെ വേണം. പക്ഷേ വീതി കൂടിക്കഴിഞ്ഞാൽ, വീതി കൂട്ടുമ്പോഴൊക്കെ ആക്സിഡൻസും കൂടുകയാണ് കേരളത്തിൽ. അങ്ങനെയും ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഓടിക്കുക കേട്ടോ. സോ നമ്മുടെ കൂടെയുള്ള ആളങ്ങോട്ട് പോയി, അവനാ ഫ്രണ്ടിൽ പോകുന്നത്. സോ അത് RTR 200-ഉം ഇത് ഡ്യൂക്ക് 200-ഉം കേട്ടോ. അപ്പോൾ നിലവിൽ ഞങ്ങൾ രണ്ടുപേരുടെയും കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ്. കാരണം ഏകദേശം സ്പീഡും കാര്യങ്ങളും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. ആ ഒരു കോർഡിനേഷൻ, ഈ ഒരു രണ്ടുപേരുടെ കോർഡിനേഷൻ എന്ന് പറഞ്ഞത് വേറെ ലെവലാണ്. അതിലൊന്നും പറയാനില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ സെറ്റാണ്. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ട്രിപ്പ് പോകുന്ന സമയത്താണ് സമയവും കുറച്ച് മതി, അതുപോലെ ചിലവും കുറവാണ്. അതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു വൈബ് വേറെ ലെവലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റാണ് ഞങ്ങളത്. ഞാനിപ്പോൾ മനഃപൂർവ്വം പെട്രോൾ അടിക്കാത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് നേരെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അടിക്കാമെന്നുള്ള രീതിയിൽ. സോ ഇന്നിപ്പോൾ നമ്മൾ ഞാൻ റൂട്ട് ഓൾറെഡി ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ആ ഒരു റൂട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തേക്കുന്നത്. ഒന്ന് വെച്ചാൽ ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, പുതിയ സ്ഥലങ്ങൾ കാണുക എന്നതിനേക്കാൾ ഉപരി ഒരു റൈഡ് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റാണ്, വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ഓവറോൾ വണ്ടിയുടെ പെർഫോമൻസിലൊന്നും ഇപ്പോഴും ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ക്ലച്ച് മാറി, കാര്യങ്ങൾ മാറി, വണ്ടി നല്ല ഒന്നുകൂടെ എന്താ പറയുക സ്മൂത്തായി വണ്ടി നല്ല ഓടിക്കാൻ. സോ രാവിലെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി കോടയുണ്ട്. സോ ഇതുകൊണ്ടല്ലേ ഇവിടെ കുറേ കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആൻഡ് എല്ലാ വഴിയും അങ്ങനെ വീതി കൂട്ടി പണിതൊന്നുമില്ല, വീതി കൂട്ടി പണിയുന്നുണ്ട്. അല്ല ഇത് കണ്ടില്ലേ, ഇതൊക്കെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് സെക്ഷൻസിങ്ങനെ പണിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോഴാണെങ്കിൽ പോലും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ലാസ്റ്റ് വന്നേക്കാളും കുറേയൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് വഴിയും കാര്യങ്ങളൊക്കെ. അപ്പം ഏകദേശം സെറ്റാണെന്ന് വേണമെങ്കിൽ തന്നെ പറയണം. അടിപൊളി വഴിയൊക്കെ ഇങ്ങനെ നല്ല പോലെ. പക്ഷേ പണിയുമ്പം ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ബമ്പി ദൈവത്തെ ഓർത്ത് പണിയരുത്. പണിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടേ പണിയാവുള്ളൂ. ഓക്കെ, പണിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ബമ്പി ഇല്ലാതെ നമ്മുടെ ഗ്യാപ്പ് റോഡ് പണിത് വെച്ചേക്കുന്ന പോലെ പണിയുവാണെങ്കിൽ പണിതാൽ മതി. ഇല്ലെങ്കിൽ വെറുതെ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, കാരണം ബമ്പി റോട്ടിൽ കൂടെ ഓടിക്കുന്നേക്കാളും ഭേദം ഈ കട്ടറിൽ കൂടെ ഓടിക്കുന്നതാണ്. എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.
പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അത് അവിടുത്തെ വ്യൂ നോക്കിയേ, ഒരു രക്ഷയില്ലട്ടോ, ഫുൾ കോടയാട്ടോ. അമ്മാതിരി സെറ്റ്. ഈ ഒരു വഴിക്കടെ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സിക്സാക് റോഡിൽ നല്ല സ്പീഡ് കോർണേഴ്സ്, നല്ല ലീൻ ചെയ്ത് ആ ഒരു വൈബ്. ഇതാണ് മാമലക്കണ്ടം പോകുന്ന വഴി. ഇതിലാണ് നമ്മൾ മാമലക്കണ്ടം പോയത് അന്ന്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇവിടെ നിന്നാണ് നേരെയാണ് പോകേണ്ടത് അടിമാലിക്ക്. സോ അന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോയായിരുന്നു. പക്ഷെ ഭയങ്കര മഴയായിപ്പോയി. നിങ്ങൾ ആ സീരീസ് കണ്ടില്ല, ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരുപാട് വ്ളോഗ് ചെയ്യാത്തത്. ഒരു ടൈമായിരുന്നു നമ്മുടെ എൻടോർക്ക് വണ്ടി ഇതിലൊക്കെ പറന്ന് നടന്നുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഇന്ന് നമ്മൾ ഡ്യൂക്കലാണ്. നാളെ വേറെ ഏത് വണ്ടിയാലും വരാം. പക്ഷേ എന്നാലും ദ ഓൾഡ് മെമ്മറീസ് ഉണ്ടല്ലോ. ആൻഡ് ഈ ഒരു ബൈക്ക് മെഷീൻ ഓടിക്കുന്ന ആ ഒരു ത്രില്ല് എത്ര കഞ്ചാവും ബൈക്ക് വരുന്നും കോപ്പും കുറച്ചൊക്കെ അടിച്ചാലും കിട്ടത്തില്ല. ഇതാണ് ശരിക്കുള്ള ഫീൽ. കാരണം ബൈക്ക് ഓടിക്കുക, ട്വിസ്റ്റി കോർണേഴ്സ്, നല്ല ഹെവി സ്പീഡ്, അതുപോലെ തന്നെ ദ അഡ്രിനൽ റഷ്. പക്ഷേ ഈ ഒരു കിക്ക് വേറെ ഒരു ഡ്രഗ്സിനും തരാൻ പറ്റത്തില്ല. അതാണ് ഇതിനൊരു പ്രത്യേകത. സത്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഉണ്ടല്ലോ, സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്ന സാധനമേ എടുത്ത് കളയണം. എപ്പോഴാണ് നമ്മുടെ ബൈക്കേഴ്സിന് കുറച്ചുകൂടെ എനർജി ഉണ്ടാവുള്ളൂ, നല്ല പോലെ ബൈക്ക് നല്ല ഹെവി സ്പീഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സേഫ്റ്റി ഫസ്റ്റ്, നല്ല പോലെ, അതായത് സ്വന്തം കംഫർട്ടബിളും അല്ലെങ്കിൽ സ്വന്തം കപ്പാസിറ്റി അനുസരിച്ച് മാത്രം ഓടിക്കുക. മോസ്റ്റ്ലി വരുന്ന സമയത്ത് നിർത്തുന്നൊരു സ്പോട്ട് കേട്ടോ, നല്ല അടിപൊളിയൊരു വാട്ടർഫാള്, നല്ല അടിപൊളി സെറ്റാട്ടോ, ഒരു രക്ഷയില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ അവിടെ അതിൽ ഇറങ്ങിപ്പോയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ബന്ധാക്കി. സോ അങ്ങനെ രണ്ടാമത്തെ വാട്ടർഫാളിലെത്തി. സോ അത് ലെഫ്റ്റ് സൈഡിൽ, ഇത് റൈറ്റ് സൈഡിൽ. അത്യാവശ്യം മഴ പെയ്തുകൊണ്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. ബ്രോ നമ്പർ പ്ലേറ്റ് ഇളകിയിരിക്കുമെന്ന് തോന്നുന്നു, പുറകിലത്തെ ചെരിഞ്ഞായിരിക്കുന്നത്. സോ ഒരിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അതിൽ വല്ല ഇതുണ്ട്. സോ ഇവിടെ വഴിപ്പണി കാര്യമായിട്ട് നടക്കുവാണ്. അത്യാവശ്യം നല്ല സ്ലഷും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ, ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിയിൽ. ആൻഡ് ഫ്യൂവൽ കുറവാണ്. ഞാൻ അടിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ആക്ച്വലി ഇവിടെ നമ്മുടെ ഈസ്റ്റേണിൻ്റെ അവിടെ എത്താറായി. അവിടെയാണ് നയരയുടെ പമ്പുള്ളൂ. അപ്പം വാവ് നല്ല അടിപൊളി കേട്ടോ. ലാസ്റ്റ് ടൈം ഞാനൊന്ന് നീലക്കുറിഞ്ഞി എങ്ങാണ്ട് കാണാൻ വന്ന സമയത്തായിരുന്നു ഈ വാട്ടർഫോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നിലവിൽ ഇത്രയും വെള്ളം കാണുന്ന ഇവിടെ. അത് കണ്ടില്ലായിരുന്നു വാട്ടർഫോള്? അന്ന് ലാസ്റ്റ് എൻടോർക്കേ വന്നില്ല നീലക്കുറിഞ്ഞി, അന്ന് അത് അങ്ങനെ ഒന്ന് കണ്ടത്. അതിന് ശേഷം ഇപ്പോൾ വരുമ്പോഴാണ് കാണുന്നത്. വാ, അയ്യോടാ പാവം പൂച്ച, ഷോ കഷ്ടമായിപ്പോയി. സോ ഞാൻ ബേസിക്കലി ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, ഞാൻ ആക്ച്വലി നയരയുടെ ഫ്യൂവലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് നല്ല മൈലേജും കാര്യം. വാവ്, വാട്ട് എ ലവ്ലി വ്യൂ. ഈ രാവിലെ തന്നെ ഇത്രയും നല്ല നല്ല വ്യൂസൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആഹാ എന്താ വൈബ്. അപ്പം ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ കൂടുതലും ഞാൻ നയര അല്ലെങ്കിൽ ജിയോ, അത് കഴിഞ്ഞ് ഒരു ഓപ്ഷനും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ നിലവിൽ വേറെ എവിടെ നിന്നെങ്കിലും അടിക്കുകയുള്ളൂ. സോ ഇത് ഫാം യാർഡ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. നല്ല ഞാൻ മോസ്റ്റ്ലി വരുന്ന സമയത്തൊക്കെ ഉച്ച സമയത്തൊക്കെയാണ് ഇവിടെ കയറി ഫുഡ് കഴിക്കുന്നത്. നല്ല ഫുഡാട്ടോ. ഞാൻ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, നല്ല ഫുഡാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ചെറുപ്പകാലം മുതലേ കയറുന്നൊരു ഹോട്ടലാണ്. നല്ല അത്യാവശ്യം നല്ല ഫുഡാണ്. അതുപോലെ തന്നെ സ്റ്റാഫും നല്ല അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ എന്താ പറയുക, പക്ഷേ എപ്പോഴും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫുൾ തിരക്കായിരിക്കും. നോക്കി, വാവ് എന്താണ് വ്യൂ. മൂന്നാർ വന്നു കഴിഞ്ഞാണ്ടല്ലോ, ആക്ച്വലി മൂന്നാറിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇറക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കളിച്ചാലും ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ സമയമെടുക്കും. കാരണം ഈ വ്യൂസ് മുഴുവനും നിങ്ങളെ കാണിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് സംഭവം. കാരണം എങ്ങോട്ട് ക്യാമറ വെച്ചാലും അമ്മാതിരി വ്യൂ ആണ്. സോ അതെ, നമ്മുടെ നയര പമ്പങ്ങ് എത്തി. ഇനി ഇവിടുന്ന് ഫുൾ ടാങ്ക് അങ്ങ് അടിച്ചേക്കാം. ഫുൾ ടാങ്ക് എത്ര ലിറ്റർ കയറുമെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. 106 രൂപ 60 പൈസയാണ് കേട്ടോ ഇവിടെ ലിറ്ററിൻ്റെ വില. കുറച്ച് കൂടുതലാണ്, പക്ഷേ വേറെ ഓപ്ഷനില്ല. ഫുൾ ടാങ്ക് അടിച്ചേരാം. ഫുൾ
ടാങ്ക് അങ്ങനെ അങ്ങ് അടിച്ചു. ഏകദേശം 11 പോയിൻറ്റ് സംതിങ് പെട്രോള് കയറി. 29 ഞാൻ അടിക്കുന്നത്. സോ നൈട്രജൻ അങ്ങ് അടിച്ചേക്കാം. 29 ഫ്രണ്ടും 29 ബാക്കുമാണ് ഞാൻ അടിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ റിപ്പീറ്റായിട്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, സോ എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ അതാണ്. 2 പോയിൻ്റ് കുറവായിരുന്നു. സോ കഴിഞ്ഞ ദിവസം ഓഫ് റോഡിങ് എല്ലാം പോയിട്ട് വന്നിട്ടേ ഇന്നലെ രാത്രിയിലത്തെ പ്ലാനിങ് ആയതുകൊണ്ട് എയർ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കൊരു കോർണർ എടുത്തപ്പോൾ ചെറിയൊരു ഡൗട്ട് എനിക്ക് തോന്നി. അതുപോലെ ഞാൻ കൈ വിട്ട് നോക്കിയപ്പോഴത്തേക്കും ലെഫ്റ്റിലോട്ട് ചെറുതായിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അത് കാരണം ആണ് ഞാൻ നിലവിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. കാരണം എയർ കുറഞ്ഞു ഓടുന്ന അത്ര നല്ലതല്ല. സോ അത് കാരണം പിന്നെ ഞാനങ്ങ് ചെക്ക് ചെയ്തേക്കാം എന്നോർത്തത്. സോ അത് കയറുന്നില്ലല്ലോ, ഇതായിട്ട് ജാമായിട്ടിരിക്കുകയാണല്ലോ, കയറുന്നില്ലല്ലോ. ഞാൻ നമ്മുടെ ഷിബിൻ്റെ വണ്ടിയിലോട്ട് വന്നു. ഇത് നിലവിൽ 56,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, നമ്മുടെ അപ്പാച്ചെ 200 അപ്പാച്ചെ എന്ന് പറയുമ്പോൾ ആക്ച്വലി എനിക്കൊരു നല്ലൊരു വികാരമാണ്. കാരണം ഞാൻ പല വീഡിയോസിലും പറഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഷോർട്ടായിട്ട് പറയാം. എൻ്റെ ആക്ച്വലി രണ്ടാമത്തെ ബൈക്ക് അപ്പാച്ചെ ആയിരുന്നു. ആദ്യത്തേത് പൾസർ 180ഉം രണ്ടാമത് അപ്പാച്ചെ 180 ആയിരുന്നു. അന്നത്തെ ടൈമിൽ ഡ്യുവൽ ഡിസ്ക്, മറ്റേ ABS ഇല്ലാത്ത ഡ്യുവൽ ഡിസ്ക്. അപ്പോൾ അത് ബ്ലാക്ക് കളർ ഉള്ളതുകൊണ്ടാണ് അന്ന് എടുത്തത്. അന്ന് വ്ളോഗിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് നാൾ മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം ഈ പറയുന്നത്. സോ ആ ഒരു വണ്ടിയിലാണ് ഞാൻ സ്റ്റണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ടു ബി ഓണസ്റ്റ് വിത്ത് യു, എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. കാരണം പൾസർ 180ൽ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. ആൻഡ് പല പ്രാവശ്യം അതിൻ്റെ ബ്രേക്ക് ജാമായി, അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായി 180ൽ. അതിൻ്റെ ഭാഗമായിട്ട് വണ്ടി എടുത്തിട്ട് 6 മാസത്തിനുള്ളിൽ ഞാൻ കൊടുത്തു. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ വണ്ടി ഇങ്ങനെ ഉണ്ടല്ലോ, ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ എന്താ രസം അത് കാണാൻ. നോക്കിയേ, വാവ്, ബൂട്ടി എനിക്ക് എന്നാ അതല്ല, നമ്മൾ വേറൊരു വണ്ടിയൊക്കെ കയറുന്നത് നമ്മുടെ വണ്ടി ദൂരേന്ന് കാണുമ്പോൾ ആ ഒരു ലുക്ക് അടിപൊളിയാണ്. സോ നമ്മളിപ്പോൾ തന്നെ അടിമാലി എത്താറായി. സോ നോക്കിയാൽ നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ അമേസിങ് വ്യൂ ആട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. അപ്പം അടിമാലി ടൗൺ എത്താറായി. അടിമാലി ടൗണിൽ നിന്ന് നമുക്ക് റൈറ്റാണ് തിരിയേണ്ടത്. ഇതും അത്യാവശ്യം നല്ല പറക്കും കേട്ടോ. അന്നത്തെ ടൈമിൽ ഞാൻ ആ വണ്ടിയിൽ പൊളിച്ച് നടന്നൊരു പൊളി എന്ന് പറഞ്ഞാൽ ഒരു 1.5 പൊളിയാണ്. അന്ന് ഇതൊന്നും ഈ റോഡിൻ്റെ ഒക്കെ പകുതിയേ ഉള്ളൂ. എന്നാലും 90, 92, 95 ആയിരുന്നു അത് 180 ഓടിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു, കാര്യങ്ങളില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല, നമ്മൾ അടിപൊളി ചിൽ വൈബായിരുന്നു. എനിക്ക് ഈ പടക്കം പൊട്ടുന്ന ശബ്ദവും, സോ അതിൻ്റെ ഒരു എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു പ്രത്യേക വൈബാണ് ആക്ച്വലി ഈ ഒരു അപ്പാച്ചെ. അന്ന് 180 എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വൈബുമാണ്. അതുപോലെ തന്നെ ഓടിക്കാനും ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് അങ്ങനെ എടുത്താൽ. പക്ഷേ എനിക്ക് ആ ഒരു നമ്മളെന്താ പറയുക, റൈഡിങ് കോൺഫിഡൻസ്, ഇവരുടെ ആ ബ്രേക്കിങ്ങിൻ്റെ ഒരു കോൺഫിഡൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം എന്നാ വെച്ചാൽ ഇവരുടെ മറ്റേ ഡിസ്ക് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ബ്രേക്കൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്തത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ബൈറ്റിങ്, ആ ഒരു കോൺഫിഡൻസ്, നമുക്ക് സംഭവം എന്നാ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ചാൽ കിട്ടും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ട് ആണ് ഞാൻ എനിക്ക് നല്ല റൈഡിങ് സ്കിൽസ് ഉണ്ടായത്. ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഉണ്ടാകത്തില്ല എനിക്ക്. ഐസ് കട്ടയാവുന്നോ? എന്നാ മേടിക്കാനാ? ഷർട്ടോ? എവിടെന്നാ മേടിക്കണ്ടേ? അത് ഞാൻ ഓർക്കാൻ ഈ മഴയത്ത് താൻ ഒരാൾ രാവിലെ റൈഡിന് വന്നതാണ്, ചെറിയ ടീഷർട്ട് ഇട്ടുകൊണ്ടത്, കുട്ടി നിക്കർ എന്താ പറയുക, കുട്ടി നിക്കറാക്കാൻ പറ്റുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു, നല്ലപോലെ തണുപ്പടിച്ചാണ്. അത് ഈ മഴ സമയത്ത്, അതും ഈ മഴ സമയത്ത്
വേറെ ഏതെങ്കിലും ടൈമാണെങ്കിൽ പിന്നെ ഞാൻ പോട്ടേന്ന് വെച്ചാലേ, മഴ സമയത്ത് എനിക്ക് അറിയാവുന്ന കാര്യമാണ് തണുക്കുമെന്ന്. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. സോ ഇതുണ്ട് എൻ്റെ അതേ ഈ അടിമാലി ടൗണിൽ ഇതാണ്. സോ അങ്ങോട്ടൊന്ന് നോക്കിയേ, അതാണ് അവിടെ നല്ല അടിപൊളി വാട്ടർഫാൾസ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അടിപൊളി വാട്ടർഫാള്. കാരണം ദൂരെ നോക്കാൻ നല്ല വൈബാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ആ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന നല്ല അടിപൊളിയാണ്. സോ മോസ്റ്റ്ലി നിങ്ങൾ ചിലപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഇത് കണ്ടിട്ടുണ്ടാവാം. ഞാൻ അവിടെ നിന്ന് പറയുവാണെങ്കിൽ എക്സാക്റ്റ് പറയുവാണെങ്കിൽ RR3 ടണ്ണും ഡോമിനോറുമായിട്ട് നമ്മൾ മൂന്നാർ വന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഈ ഒരു വ്യൂ കാണിച്ചായിരുന്നു. സോ ഞാൻ ബാക്ക് ടു ഡ്യൂക്കിലേക്ക് വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നൊരു സ്റ്റോറി അതായിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഫസ്റ്റ് ടൈം എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ട് പൊന്നുമോളെ കൂൾ ഡൗൺ ഞാൻ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ആ പെണ്ണിങ്ങനെ എടുത്തോണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി, എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓർത്ത്. സോ അതായിരുന്നു എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കിട്ടിയ ഒരു വണ്ടി. കാരണം ഞാൻ പൾസർ എടുത്തിട്ട് ഇത് എപ്പോൾ ബ്രേക്ക് പിടിച്ചാലും കടിച്ചു പിടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, റൈഡിങ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ലായിരുന്നു. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ചില സമയത്ത് പേടിയായിരുന്നു വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. പോകുന്ന വഴിക്ക് വല്ല ആക്സിഡൻ്റ് ആവുമോ, മറിയോ, കുത്തുവോ, വല്ല ബസ്സിൻ്റെ അടിയിൽ പോകുന്നു. അതും അതിൽ ഞാനൊരു 2 പ്രാവശ്യം ബ്രേക്ക് ജാമായിട്ട് തന്നെ ആക്സിഡൻ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയായിരുന്നു അത് എപ്പോഴും റൈഡിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, എവിടെയെങ്കിലും പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ആഫ്റ്റർ ഞാൻ അപ്പാച്ചി എടുത്തതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ റൈഡിങ് തുടങ്ങുന്നത്. ആ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വണ്ടിയെ കിട്ടിയ കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ടൊരു പാഷനും, അല്ലെങ്കിൽ എന്താ പറയുക, റൈഡിങ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ, ഒരു ദിവസം ചുമ്മാ ഇരിക്കുവാണെങ്കിൽ പോലും നമ്മൾ റൈഡിങ്ങിന് ഇറങ്ങുമായിരുന്നു. അമ്മാതിരി വൈബായിരുന്നു. സോ താങ്ക്സ് ടു TVS ആ ഒരു ടൈമിൽ ആ ഒരു വണ്ടി ഇറക്കിയതിന്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇതുപോലെ കറങ്ങി നടക്കുന്നൊരു ടൈപ്പ് ആവത്തില്ലായിരുന്നു. അതിന് ശരിക്കും പറഞ്ഞൊരു താങ്ക്സ് TVSനോടുണ്ട്. സോ ഇതിപ്പോൾ നമ്മൾ അടിമാലിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു. ഇതിപ്പോൾ നേരെ ചെന്ന് നമ്മളിപ്പോൾ രാജാക്കാട്, രാജകുമാരി, അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ കുരുള സിറ്റി വരും. കുരുള സിറ്റിയിൽ നിന്ന് റൈറ്റ് തിരിയും. റൈറ്റ് തിരിഞ്ഞിട്ട് നേരെ നമ്മൾ പൂപ്പാറ വഴി ഗ്യാപ്പ് റോഡ് കയറാനാണ് ഇന്നത്തെ പ്ലാന്. സോ വേറെ എവിടെയും പോകാനൊരു മൈൻഡ് ഇല്ല. ഒരു സൺഡേ ക്യുക്ക് റൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള റൈഡ്, ആ ഒരു രീതിയിലാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. വാവ്, സെറ്റ് കൊള്ളാം, അടിപൊളി സെറ്റ്. മിറർ പക്ഷേ ഒരിടത്ത് ഇങ്ങനെ തിരിച്ചും വേറൊരു സ്ഥലത്ത് ഇങ്ങനെ, എൻ്റെ വണ്ടി എനിക്ക് ആ മിററെ കറക്റ്റായിട്ട് കാണാം കേട്ടോ. വാവ്, പുതിയ വണ്ടി കണ്ടാന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിക്കാരുടെ ഇരിപ്പിൻ്റെ പ്രശ്നമാണോ അതോ വണ്ടി വല്ല മറിഞ്ഞു വീഴുകയും ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. വണ്ടി ഒരു സൈഡ് ഇങ്ങോട്ടും ഒരു സൈഡ് അങ്ങോട്ടും ഇരിക്കുന്നത്. ഐ തിങ്ക് മറിഞ്ഞു വീണതായിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ പുള്ളിക്കാരി ഇരിക്കുന്നതിൻ്റെ പൊസിഷൻ്റെ ഒരു എന്നുകൊണ്ടും നമുക്ക് തോന്നുന്നതായിരിക്കാം. Thinking about you every day.
ഇപ്പം പുറകിൽ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. സോ ലക്കിലി ഐ തിങ്ക് ഇൻസ്റ്റാ 360 കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ഓട്ടോക്കാരൻ പുള്ളി വലത്തോട്ടൊരു സിഗ്നൽ വിട്ടു, വലത്തോട്ട് ഒറ്റ തിരിഞ്ഞ് ഞാൻ ഓണടിച്ച് കയറി പോകേണ്ടതും വന്നു. സോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും തിരിയാനോ എടുക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 50 മീറ്റർ മുമ്പ് തന്നെ സിഗ്നൽ ഇടുക. സോ എൻ്റെ ലൈഫിൽ വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ വീടിനടുത്തൊരു ഭയങ്കര വലിയൊരു കയറ്റമുണ്ട്. അപ്പം നമ്മൾ നല്ലപോലെ അത്യാവശ്യം സ്പീഡിൽ കയറിയാലേ ഉള്ളൂ കയറി പോവുള്ളൂ. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെ പോകുന്നു, ഞാനിങ്ങനെ അത്യാവശ്യം ഒന്ന് ആക്റ്റീവാണ്. ആക്റ്റീവയിൽ ഞാൻ ഇച്ചിരി സ്പീഡ് കയറി ഇങ്ങനെ പോവാണ്. അപ്പം നിലവിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ഓട്ടോക്കാരൻ സിഗ്നലൊന്നുമില്ല, വലത്തോട്ട് സിഗ്നലോ കാര്യങ്ങളോ, കാല് വലത്തോട്ടൊക്കെ നീട്ടി, പട്ടി മൂത്രം ഒഴിക്കാൻ നിൽക്കുന്ന പോലെ കാല് വലത്തോട്ട് നീക്കി. ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല, കാരണം ആക്റ്റീവ എന്ന് പറയുമ്പോൾ ഒറ്റ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി മാറിയും. അതുകൊണ്ട് ബ്രേക്ക് പിടിച്ച് അത്രയും ഇതായിട്ട് പിടിച്ചിട്ട് കിട്ടിയില്ല. നേരെ എന്ന് കാലേ ചെന്ന് തട്ടി, ജസ്റ്റ് ഒന്ന് തട്ടിയുള്ളൂ. അപ്പോൾ പുള്ളിയോട് ചോദിക്കുന്നത്, നിങ്ങൾ സിഗ്നൽ കണ്ടില്ലേ, ഞാൻ വലത്തോട്ട് തിരിയുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഇടിക്കാൻ വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഓൺ അടിച്ച് പിടിച്ചേക്കുന്നു. എന്നിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടാണ്ട് നേരെ എന്നിട്ട് ഒരു ഇടിച്ച്. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് സിഗ്നൽ ചേട്ടാ കാണിച്ചെന്ന് പറയുന്നത്? അപ്പോൾ ഞാൻ കാല് വലത്തോട്ട് നീട്ടിയത് കണ്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ ചിരിക്കണോ കരയണോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അമ്മാതിരി ആയിപ്പോയി. ഈ ഒരു വഴിയിലുണ്ടല്ലോ, ഈ ഒരു കോർണറിങ്, എന്താ വൈബ്. ഈ ഒരു മോഡുണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും കണ്ടോ, നല്ല ചെരിച്ചു പോകുന്ന ആ ഒരു മോഡ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാലും വേറെ ലെവലാണ് കേട്ടോ. എൻ്റെ ഈ ഒരു സംഭവം, ഈ ഒരു മൈനസ് പോയിൻ്റ്, അത് വെള്ളം കയറുക. എനിക്ക് അതാണ് ആകെപ്പാട് ഈ വണ്ടിയോടൊരു മൈനസ് എനിക്ക് തോന്നുന്നൊരു കാര്യം. കാരണം മഴക്കാലത്ത് ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നമാണ്, അതായത് ഈ കീ സെറ്റിൻ്റെ ഹോളിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ട് ഉണ്ടാകുന്ന ചെറിയൊരു ഇഷ്യൂ. എടോ അതെ, ഇതിനകത്ത് ഞാൻ ഇച്ചിരി WD-40 അടിച്ചായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാനെന്ന് പറഞ്ഞല്ലോ, എൻ്റെ കീ ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതായി പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഓണാവാന്. അതാ എനിക്ക് തോന്നുന്നു വെള്ളം കയറിയിട്ട് അത് ഇതിനുള്ള കംപ്ലൈൻ്റ് ആണെന്ന് എല്ലാവരും പറയുന്നത്. അല്ല, വണ്ടി ഓട്ടോമാറ്റിക് ഓഫായി പോയി. വാവ്, നോക്കടോ, കോട ഫുള്ള് കോട കയറി അടിപൊളി സെറ്റ് വ്യൂ. ഇതിനു വേണ്ടിയിട്ടാണ് വന്നത്. ഐ ആം ത്രിൽഡ്. അടിപൊളി നോക്കിയാൽ ഫുള്ള് കോട കേട്ടോ, നല്ല അടിപൊളി. പിന്നെ നമുക്ക് കോടയുടെ കാര്യത്തിൽ പേടിക്കേണ്ടത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ യെല്ലോ ലൈറ്റാണ്. സോ കോടയൊന്നും നമുക്ക് വിഷയമുള്ള കേസേ അല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സ്ട്രാ ലൈറ്റ് വെച്ചേക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇതാണ്. നമ്മൾ ലോങ് പോകുമ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ ഒരു പ്രാവശ്യം മറയൂർ എൻ്റെ എൻഡോർക്കുമായിട്ട് പോയ സമയത്ത് ഞാൻ പഠിച്ചു. അന്ന് ഇത്രയും ദൂരം എന്താണെന്ന് കാണാൻ പറ്റത്തില്ലായിരുന്നു. ആൻഡ് ലക്കിലി അന്ന് ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഓടിച്ച് പഠിച്ചുകൊണ്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ എന്ത് പറഞ്ഞാലും യെല്ലോ ലൈറ്റ്സ് വേണം. ദാറ്റ് ഈസ് ആക്ച്വലി മാൻഡറ്ററി. ഒരു എക്സ്ട്രാ ലൈറ്റ് നമ്മുടെ വണ്ടിയിൽ എപ്പോഴും വേണം. അതുപോലെ തന്നെ BS6 വണ്ടികൾക്കൊക്കെ സ്റ്റോക്കിൽ വെട്ടം വളരെ കുറവായതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ട് എക്സ്ട്രാ 2 ലൈറ്റ് ഉണ്ടായിരിക്കണം നമ്മൾ ലോങ് ട്രിപ്പ് പോകുന്ന വണ്ടിയിലാണെങ്കിൽ. സോ വെൽക്കം ടു കല്ലാർകുട്ടി ബ്രിഡ്ജ്. വെള്ളം നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് ഫുള്ള് വെള്ളം കയറിയപ്പോണ്ട്. നോക്കി അവിടുത്തെ വ്യൂ നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ വേണ്ട വെള്ളത്തൂവൽ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് ടൈം നമ്മൾ മാമലക്കണ്ടം പോകാൻ വേണ്ടി മഴ പെയ്തിട്ട് ഇവിടെയാട്ടോ കയറി നിന്ന്. സോ അവൻ തന്നെ അങ്ങോട്ട് പറന്നു പോവുകയും ചെയ്തു. അവർ ഓർമ്മയുണ്ടോ ആ സ്ഥലത്ത് ചോദിക്കരുത്. ആക്ച്വലി ലാസ്റ്റ് ടൈം നമ്മൾ മാമലക്കണ്ടം കഴിഞ്ഞ് സ്വർഗമേട് പോകാൻ വേണ്ടി ഇതിലെ വന്നു. സോ അന്ന് നമ്മൾ ഇവിടെയാണ് കയറി നിന്നത് ആക്ച്വലി. അപ്പോൾ കുറേ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. നമ്മൾ പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് കുറേയൊക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി. പക്ഷെ അന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുക, അത്രയും ഡീപ്പ് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡിലൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസും ആയിരുന്നു ആ മഴ. കാരണം അമ്മാതിരി മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരുപാട് ഫ്രണ്ടിലോട്ട് പോയില്ല. കാരണം ഡീപ്പായി കഴിഞ്ഞാലേ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, കാരണം എനിക്ക് തിരിച്ച് ഇവിടെ നമ്മുടെ റിലേറ്റീവിൻ്റെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിക്കും അത് എന്നാ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ എത്തേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രീ ആണ്, 10 ദിവസമോ 20 ദിവസമോ എത്ര ദിവസം ഫ്രീ ആണെങ്കിലും വിഷയമില്ലായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, തിരിച്ച് പുള്ളിക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ആണ് പിന്നെ നമ്മളന്ന് പോവാതിരുന്നത്.
അത് കഴിഞ്ഞ് ഞാനന്ന് സൂര്യനെല്ലി പോയ സമയത്താണ്, ഞാൻ ഇതുമായിട്ട് തന്നെ സൂര്യനെല്ലി പോയി. അന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ സ്വർഗ്ഗമേട് കാണാൻ പോയത്. അത് ഞാൻ കംപ്ലീറ്റ്ലി സോളോ ആയിട്ടാണ് പോയത്. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ആ മലയിലുള്ള കോട കയറിയിട്ട് എത്രത്തോളം കണ്ടു, എത്രത്തോളം എനിക്കറിയില്ല. നമ്മളിപ്പോൾ വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. വെള്ളത്തൂവൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്. നമ്മുടെ KSEBിയുടെ സബ്സ്റ്റേഷൻ ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ആൻഡ് ലുക്ക്, ഓഹോ, എവിടെയോ കാര്യമായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവിടെ നിന്ന് മറ്റേ ഹൈഡ്രോയിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നുണ്ട്. നോക്കട്ടെ, അവിടെ നിന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ നിങ്ങൾ കേട്ടോ. കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുക. 4 എണ്ണത്തേക്കിടെ നല്ല പവറിലാണ് വെള്ളം ചീറ്റുന്നത്. അപ്പോൾ നല്ലപോലെ കറണ്ട് ഉണ്ടാവില്ല നാട്ടിൽ. പക്ഷെ പറയാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ചീറ്റുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും കറണ്ട് കിട്ടുമോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ ഇതാണ് വെള്ളത്തൂവൽ. ഇനിയിപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ടാണ് പൂപ്പാറ റൂട്ട്. ഇത് കണ്ടില്ലേ, മലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം, നല്ല അടിപൊളി വെള്ളമായിരിക്കും ഇവിടെ. അത് ബിസ്ലറി വാട്ടർ തോറ്റു പോവും, അമ്മാതിരി വെള്ളമായിരിക്കും അത്. ഐ മീൻ അത്ര പ്യുവർ വാട്ടർ ആയിരിക്കും. നല്ല തണുത്ത വെള്ളവും, മുഖമൊക്കെ കഴുകാൻ നല്ല അടിപൊളി വൈബായിരിക്കും. അങ്ങോട്ട് നോക്കിയാലും അടിപൊളി വ്യൂ ആയതുകൊണ്ടല്ലോ, എങ്ങനെ കളിച്ചാലും വീഡിയോ ലെങ്തി ആയി പോകും, ചെറുതാക്കാനേ പറ്റില്ല. അതാണ് പ്രശ്നം. കണ്ടില്ലേ, ഫുൾ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അമ്മാതിരി വ്യൂ ആണ്. എങ്ങോട്ട് തിരിഞ്ഞാലും, ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും വ്യൂ ആണ്. എന്ത് ചെയ്യാനാണ് ഗായ്സ്, ഇത്രയും നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് മണിക്കൂറുകൾ കൂടിപ്പോവും വ്ളോഗ് ചെയ്യാൻ. നിങ്ങളിതൊന്ന് മനസ്സിലാക്കൂ. പിന്നെ എനിക്കുണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. സോ മോസ്റ്റ്ലി ഞാൻ കട്ടിങ് വളരെ കുറവാണ് എൻ്റെ വീഡിയോസിനകത്ത്. ഞാൻ എന്തൊക്കെയാണോ ഫുൾ കംപ്ലീറ്റ്ലി റോ ആയിട്ടാണ് ഞാൻ ഇടാറ്. അല്ല, ഞാൻ കട്ടിങ് വളരെയധികം കുറവാണ് എൻ്റെ വീഡിയോസിൽ. ഓക്കെ, പിന്നെ അത്രത്തോളം ഞാനിനി വല്ല ബാഡ് വേർഡ്സോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ കട്ട് ചെയ്ത് കളയാറുള്ളൂ. ബാക്കി അല്ലെങ്കിൽ ഞാൻ ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെയാണ് വെക്കാറ്. ഓക്കെ, ഒരുപാട് അങ്ങനെ കട്ട് ചെയ്യാറില്ല. പിന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടോ, അന്ന് ഞാൻ തിരിച്ചു പോയതിൻ്റെ ഉദ്ദേശം ഇതാണ്. അന്ന് ആ മഴ പെയ്തപ്പോഴുണ്ട് ഇതുപോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ടാണ് അന്ന് ഞാൻ തിരിച്ചു പോയത്. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ പുള്ളിക്ക് വൈകുന്നേരം വീട്ടിൽ ചെല്ലണമായിരുന്നു. അതുകൊണ്ടാണ് തിരിച്ചു പോയത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് ഫ്രണ്ടിലോട്ട് അടിച്ച് പൊളിച്ച് പോകാമായിരുന്നു. അറൗണ്ട് ഒരു 42-43 മൈലേജൊക്കെ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല മൈലേജ് വണ്ടി, പെർഫോമൻസും മൈലേജും കിട്ടുന്നുണ്ട് വണ്ടിക്ക്. ആൻഡ് വൺ മോർ തിങ്, ഞാൻ നിങ്ങൾക്കൊരു വേറൊരു ഇൻസിഡൻറ്റ് പറഞ്ഞുതരാം. എൻ്റെ ലൈഫിൽ നടന്ന വേറൊരു ഇൻസിഡൻറ്റ് കേട്ടോ. ഞാൻ നോക്കിയാൽ മല നോക്കിയാൽ നല്ല അടിപൊളി. നമ്മുടെ 2018 വെള്ളപ്പൊക്കം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ശരിയല്ലേ? ആ ഒരു ടൈമിൽ അന്ന് ആ പെയ്ത മഴ എന്ന് വെച്ചാൽ വെള്ളം പൊങ്ങാനായിട്ടുള്ള മഴയില്ല. അന്ന് ഞാൻ മൂന്നാറിന്ന്, അതായത് തിരിച്ച് നാട്ടിലോട്ട് വരിക, കോട്ടയത്തോട്ട് വരിക. അപ്പം വരുന്ന വഴിക്ക് അന്ന് ഞാൻ വന്ന് RS 200ലാണ്, ബജാജിൻ്റെ RS 200 എന്ന് പറഞ്ഞ ബൈക്ക്. അന്ന് വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലായിരുന്നു ആ ബൈക്ക്. സോ അന്ന് ഞാനത് എടുത്തിട്ട് ട്രിപ്പ് വന്ന് മൂന്നാർ വന്നിട്ട് തിരിച്ച് വന്നു. ഇവിടെ സ്റ്റേ അടിച്ചു, 2 ദിവസം ഇവിടെ സ്റ്റേ അടിച്ച് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് പോകണം. അപ്പോൾ ഈ വഴിക്കടെ ഞാൻ വരുന്നത്. അപ്പം വരുന്ന വഴിക്കൊക്കെ ഫുള്ള് മഴയാണ്. ഫുൾ മഴ എന്ന് പറഞ്ഞാൽ ഫുൾ മഴ. ഇടയ്ക്കിടയ്ക്ക് നിർത്തി, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെയിറ്റിംഗ് ഷെഡിലൊക്കെ കയറി നിന്നു. മൂവാറ്റുപുഴ എത്തിയപ്പോൾ ഉണ്ടല്ലോ, വർക്ക്ഷോപ്പൊക്കെ വെള്ളത്തിനടിയിൽ. ഞാനോർത്തതിൻ്റെ ഇത്രയും വലിയ മഴയും കാര്യങ്ങളും. ഞാൻ വീട് എത്തിയപ്പോഴത്തേക്കാണല്ലോ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടും അവിടുത്തെ ഒരു തോടുണ്ട്, ആ തോടും പറമ്പും എല്ലാം ഒന്നായിട്ട് കിടക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഫുള്ള് വെള്ളപ്പൊക്കവും കാര്യം. അന്ന് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ മഴ പെയ്ത് മുഴുവൻ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഇഷ്യൂസൊക്കെ ആയത്. അതേപോലെ ഞാൻ ആ ഒരു ടൈം അന്ന് വേറൊരു പ്രശ്നം കൊണ്ടുണ്ടായി. RS 200 ഞാൻ പ്രീ ഓൺഡ് എടുത്തായിരുന്നു. അപ്പം ഒരു ആലപ്പുഴയിലുള്ള ഒരുത്തനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവൻ എന്നോടൊരു കാര്യം മറച്ചു വെച്ചിട്ടാണ് എനിക്ക് വണ്ടി തന്നത്. ഞാനും അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ. വണ്ടി അതായത് എവിടെയോ എപ്പോഴോ എങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അത് അതിനെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എവിടെയോ എപ്പോഴോ നേരെ ഫ്രണ്ടിൽ ചെന്ന് ഇടിച്ചിട്ട് വണ്ടിയുടെ ഷോക്ക് ബെൻഡായിട്ട് അവന്മാരെന്നെ തിരിച്ച് കയറ്റി വെച്ചു. മനസ്സിലായോ? ഷോക്ക് ചെറുതായിട്ട് ബെൻഡായി. അവന്മാരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓൾറെഡി ഇത് തിരിച്ച് കയറ്റി സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഓയിൽ ലീക്കായി ഞാനിങ്ങനെ പോരുന്ന വഴിക്കാണ് ഇത് ഓയിൽ ലീക്കാവുന്നത്. ഓയിൽ ലീക്കായിട്ട് 1-2 പ്രാവശ്യം എനിക്ക് ബ്രേക്ക് കിട്ടാത്ത സിറ്റുവേഷനൊക്കെ വന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്യൂക്കിൻ്റെ പണി ചെയ്ത അതേ വർക്ക്ഷോപ്പിൽ ഇത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞോ അതിൻ്റെ ഓയിലും കൂടെ മാറിയേക്കാൻ പറഞ്ഞു. ഞാൻ പോയി കോട്ടയം പോയി സ്പെയറെല്ലാം മേടിച്ചുകൊണ്ട് വന്നു ഓയിൽ സീലും. കാരണം അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് തിരക്കാണ് കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പുറത്തുനിന്ന് ജയിക്കാമെന്ന് ഓർത്തു. കാരണം ഓക്കെ എന്നുള്ള രീതിയിലാണ്. ഇത് അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ട്, നീ അത്യാവശ്യമായിട്ട് ഷോപ്പിലോട്ട് വരാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എടാ ഇതുണ്ട്, ഇത് വണ്ടി ഫ്രണ്ട് ഇങ്ങനെ തട്ടിയിട്ട് ചെറുതായിട്ട് ബെൻഡായിട്ട് ഇവന്മാർ തിരിച്ച് കയറ്റി വെച്ചാൽ എൻ്റെ എത്ര രൂപ കൊളായെന്നറിയാം അതിൻ്റെ അകത്ത്. അയ്യോ ഒന്നും പറയണ്ട. അതും ഒരു പരമനാറിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇപ്പോഴും പൈസ ബാലൻസ് തരാനുണ്ട്. കാരണം അന്ന് ഞാൻ വണ്ടി ഇവന് തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചെടുത്തോളാം ചേട്ടൻ്റെ പൈസ എന്നേക്കാന്നും പറഞ്ഞു. ഇവൻ എത്രയാ 40,000 രൂപയോ 40 എത്രയാണോ ബാലൻസ് ഞാൻ മറന്നു. 40,000 രൂപ അങ്ങനെ സംതിങ് ബാലൻസ് ഉണ്ട് ഇപ്പോഴും. ഇതുവരെ ഇത്രയും നാളായിട്ട് അവൻ തന്നിട്ടില്ല. എന്നാൽ ചില ആൾക്കാരുണ്ടല്ലോ നമ്മൾ തെറി പറഞ്ഞു പോവും, അതാണ് വേറൊരു പ്രശ്നം. സോ ചെറിയൊരു പ്ലാൻ ചേഞ്ച്. നമ്മൾ റിപ്പിൾ വാട്ടർഫാൾസ്, അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായിട്ടൊരു വീഡിയോ ആണിത് ഇത്. അപ്പോൾ അതിൽ ഏതാണ്ട് ഈ പെണ്ണിനോട് കുറേ പേര് കമൻറ്റ് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു, എന്നാ ആണ് കാര്യങ്ങളാണ്. അപ്പം എന്തായാലും ഞാൻ അവിടുത്തെ ഈ വഴിക്കിടെയാണല്ലോ വന്നത്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ അകത്തോട്ട് കയറിയാൽ മതി ഈ റിപ്പിൾ വാട്ടർഫാൾസിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഒന്ന് കയറിയിട്ട് ഒന്ന് റിപ്പിൾ വാട്ടർഫാൾ, ഇപ്പോൾ സമയം ഏകദേശം 8:30 ആവാറായി. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തെന്നാൽ പിന്നെ 8:30 ആകുമ്പോൾ അവിടെ ഓപ്പൺ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഒന്ന് കണ്ടിട്ട് പോയേക്കാം. ആണോ ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ നമുക്കറിയാലോ. ഇപ്പോൾ എന്തായാലും മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അന്ന് ആ വീഡിയോ എടുത്ത സമയത്തുള്ള അത്രയും വെള്ളം കണ്ടില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ കാണും. സോ എഗെയിൻ ഞാൻ കുറച്ച് നേരത്തേക്ക് അപ്പാച്ചയിലോട്ട് വന്നു, പഴയ കുറച്ച് മെമ്മറീസ് ഒന്ന് വൈബാക്കാൻ വേണ്ടിയിട്ട്. അപ്പം സെറ്റാണ് എന്തായാലും. നിലവിൽ ഇന്ന് എക്സ്പ്ലോറിങ് എന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പ്ലോറിംഗ് ഉള്ള സൺഡേ റൈഡിന് വന്നാലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാം. എവിടെയാണ്? നേരെയാണെന്ന് തോന്നുന്നു. കാരണം ഞാനിതുവരെ റിപ്പിൾ വാട്ടർഫാൾസിൽ ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനും പോകുന്നത് ഇവിടെ. ഇതുവരെ അങ്ങനെ ഞാൻ പോയിട്ടില്ല റിപ്പിൾ വാട്ടർഫാൾസിൽ. ചെറിയ വഴിയാട്ടോ. അവിടെ നിന്ന് താഴെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് റിപ്പിൾ വാട്ടർഫാൾസിൽ വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ ഞാൻ വന്ന വഴിക്കടെ തന്നെ വരിക. അവിടെ ഒരു മൂന്നാറിലേക്കൊരു വഴി കാണിക്കും, അതിലേ കയറരുത്. നേരെ തന്നെ പൂപ്പാറ റൂട്ടിൽ തന്നെ വരിക. പൂപ്പാറ റൂട്ടിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ താഴോട്ടൊരു വഴിയുണ്ട്. ആ താഴത്തെ വഴി കഴിഞ്ഞ് ഒരു എന്താ പറയുക ചെറിയൊരു പാലം വരും. ആ പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ലെഫ്റ്റിലോട്ടൊരു വഴി കാണിക്കും കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റിപ്പിൾ വാട്ടർഫാൾസ് എന്നും പറഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് വരാവുന്നതാണ്, വരാൻ താല്പര്യമുള്ളവർക്ക് സുഖമായിട്ട് വരാവുന്നതാണ്. ലവ്ലി 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 വ്യൂ, അടിപൊളി കേട്ടോ. നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അടിപൊളി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. ഓ മൈ ഗോഡ്, അടിപൊളി അടിപൊളി. എത്രയാണോ ഒരാൾക്ക്? എത്രയാ? അത് ശരി. ഓ, ഇത് മറ്റേ വണ്ടിയായിട്ട് താഴെ വരെ പോകത്തില്ലേ? സിപ്ലൈൻ പോണോ? സിപ്ലൈൻ പോണോ? നോക്കട്ടെ, ആദ്യം ഒന്ന് പോയിട്ട് വരാം, എന്നിട്ട് ഞാൻ വരാം. ഹലോ, സിപ്ലൈനിൽ രാവിലെ ചേട്ടൻ കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കുറച്ചൊക്കെ തരാന്ന്. നമുക്ക് ബൈക്കുമായിട്ട് പോകുന്ന ഫീലിംഗ് ഇവരോട് പറഞ്ഞാൽ മനസ്സിലായി. നല്ല അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. ഇന്ന് വെള്ളം നല്ല കൂടുതലും ഉണ്ട്. അമ്മാതിരി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. എന്തായാലും നോക്കട്ടെ, ഞാൻ അവിടെ താഴെ ഒന്ന് എത്തിയിട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ. കാരണം ഇവർ 6 കിലോമീറ്റർ പറഞ്ഞാലുണ്ടല്ലോ ഒരു 3 കിലോമീറ്ററൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കച്ചവടം പിടിക്കാൻ വേണ്ടി മാക്സിമം കൂട്ടി പറയും. അപ്പം അവർ പറയും 6 കിലോമീറ്റർ ഉണ്ട്, 8 കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പോയി നോക്കിയിട്ടില്ലല്ലോ, നമ്മൾ ഇതുവരെ പോയി നോക്കില്ല. ആദ്യം നമ്മളൊന്ന് പോയി നോക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും താഴെ വരെ ചെല്ലട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം.
അപ്പം സിപ്പ് ലൈനിന് താല്പര്യമുള്ളവർക്ക് ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. ഇനി നേരെ വാട്ടർഫോളിൻ്റെ അങ്ങോട്ട് പോകാൻ താല്പര്യമുള്ളവർ ഈ റോഡ് ഫോളോ ചെയ്ത് നേരെ അവിടം വരെ എത്താം. ഐ തിങ്ക് ഇവിടെയാണെന്ന് തോന്നുന്നു അരുവി റിസോർട്ട്. ഓ മൈ ഗോഡ്, എന്തോ വ്യൂ ഇടും. അല്ല ഇത് റിസോർട്ട്സ് അല്ലേ? ഇത് റിസോർട്ടാ. ഓ എത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ലുക്ക്, ഫു, അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. സംഭവം അല്ല, സംഭവം മറ്റേ ഇൻസ്റ്റഗ്രാമിൽ റീല് വൈറലായില്ലേ, അപ്പോൾ സംഭവം ഒന്നുമല്ല, സംഭവം ജെന്യുവനാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്കൂടെ താഴേക്കടെ ഇറങ്ങിപ്പോകാൻ തോന്നും, താഴേക്കടെ ഇറങ്ങിപ്പോകാൻ തോന്നുന്നു. അല്ല, നമുക്ക് അവിടെ എങ്ങനെയോ ചെന്നിട്ട് ആ ഒരു ഇതില്ലേ അവിടെ വരെ പോകാൻ പറ്റും. ഇതിലേ അല്ല, നമ്മൾ അതിലേ എങ്ങാണ്ട് ചെന്നിട്ട് അവിടെ കണ്ടോ ആൾക്കാർ നിൽക്കുന്നത് കണ്ടോ, ആ ഒരു ബ്ലൂ കളറ്, അവിടം വരെ പോകാൻ പറ്റും. ആണോ, അടിപൊളി വ്യൂ അല്ലേ. ആ പെണ്ണ് അവിടെ നിന്നാണ് വീഡിയോ എടുത്തത്. നമുക്ക് വിട്ട് നോക്കാം, വൈറലായാലോ. വാ. സോ ഗൈസ്, ഇവിടെ നിന്ന് കിട്ടിയൊരു വ്യൂ ആണ്. എന്തായാലും അങ്ങേറ്റം വരെ നമ്മൾ പോവാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സോ അങ്ങനെ ഫൈനലി നമ്മൾ റിപ്പിൾ വാട്ടർഫാൾസിൻ്റെ എൻട്രിയുടെ അവിടെ എത്തി കേട്ടോ. ഇതാണ് എൻട്രി. ഇവിടെ ഒരു താമരക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സെറ്റ് വൈബ്. ഇതാണ് എൻ്റെ കവാടം. സോ എൻട്രി ഫീസ് 25 രൂപ കേട്ടോ പെർ പേഴ്സൺ അഡൾട്ടിന്. ഇതാണ് ഇവിടെ നിന്ന് ഏകദേശം ഉള്ളൊരു വ്യൂ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇവിടെ ഫുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നൈസാണ്. ഒരാൾക്ക് 25 രൂപ, ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 50 രൂപയായി. ക്യാമറ മറ്റേ വലിയ സൈസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ക്യാമറ പുള്ളിക്കാരെ അവോയ്ഡ് ചെയ്ത് തന്നു. പിന്നെ എൻ്റെ ഹെൽമെറ്റിൽ ക്യാമറ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതവിടെ വെച്ചു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ ഷോപ്പുകളൊക്കെ ഉണ്ട്. എത്ര വില കാര്യങ്ങളുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം. സോ ഇവിടെ നിങ്ങൾ നടന്നു പോവുക. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് പ്ലക്ക് ഫ്ലവേഴ്സിന്. 500 രൂപ ഫൈനാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇത് വലിച്ചു പൊളിക്കാതിരിക്കുക. ഓക്കെ. പിന്നെ അത്യാവശ്യം ഇവിടെ തന്നെ ടോയ്ലറ്റ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം എല്ലായിടത്തും നല്ല അടിപൊളി വ്യൂ ആട്ടോ. കാരണം ഞാൻ നോക്കുന്നിടത്തെല്ലാം നല്ല അടിപൊളി വ്യൂ ആണ്. കണ്ടില്ലേ ഇവിടെ. പക്ഷേ ഇന്നലെ അങ്ങനെ മഴ പെയ്തുകൊണ്ട് കലക്കവെള്ളമാണ്. വെള്ളം അത്ര ക്ലിയർ അല്ല, പക്ഷേ വ്യൂ അമേസിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ തന്നെ ടീ കോഫിയുടെ ഒക്കെ ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കണ്ടിട്ട് നല്ല അടിപൊളി പ്ലേസ് ആണ്. നോൺ സ്റ്റെപ്പ് ഹിയർ എന്നും പറഞ്ഞുകൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊരു വ്യൂ ഒന്ന് നോക്കട്ടെ എന്ന് ഓർത്താണ്. വാവ്. പക്ഷേ 50 രൂപയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർത്താണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് കുറേ നേരം വന്ന് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വർത്താണ്, ശരിക്കും പറഞ്ഞാൽ വർത്താണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഓരോരുത്തരുടെ ഓരോ താല്പര്യം പോലെ നമുക്കിങ്ങനെ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോ ഇനിയിപ്പോൾ നമുക്ക് മറ്റേ വൈറലായ സ്ഥലത്തോട്ട് പോവാം. ഐ തിങ്ക് ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. വാ, നോക്കിക്കേ, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, സിപ്പ് ലൈനിലേക്ക് പോകുന്ന നോക്കിയേ. ഇത് സിപ്പ് ലൈൻ. ആക്ച്വലി ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ സിപ്പ് ലൈനിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ 2 പേരും പോകാതിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പോയേനെ. ഇവിടെ ഇതും എല്ലാം ഉണ്ട് കേട്ടോ. അല്ല എനിക്കത് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ, വാട്ടർ ലില്ലിയും എല്ലാം കൂടെ വെച്ച് ലോട്ടസും എല്ലാം വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. റിയലി റിയലി ബ്യൂട്ടിഫുൾ. സോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൂ എങ്ങാനും പറിച്ച് 500 രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും. ഓക്കെ. സോ ഫുൾ ചെളിവെള്ളമാണ് കേട്ടോ, മഴ പെയ്തുകൊണ്ട് ഫുൾ ചെളിവെള്ളമാണ്. സോ അവിടെ എന്തോ ഒരു സംഭവം ഞാൻ കാണുന്നുണ്ട്. ഐ തിങ്ക് അത് സിപ്പ് ലൈനിൻ്റെ സംഭവമാണെന്ന് തോന്നുന്നു അവിടെ. ആൻഡ് ഇവിടെ അടിപൊളി, സൂപ്പർ.
ഞാൻ നമ്മുടെ ഫ്രണ്ട് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതാണ് നിങ്ങളിവിടെ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. ഇതുണ്ടല്ലേ, എനിക്ക് ഈ ഒരു ഇവർ ചെയ്തേക്കാൻ ഇഷ്ടപ്പെട്ടു. കാരണം ഫ്രീ ആയിട്ട് അവർക്ക് എന്താ പറയുക, എക്സ്ട്രാ കിടന്ന ഒരു സിമ്പിൾ സ്പേസിൻ്റെ അകത്തേക്ക് അവർ മാക്സിമം യൂട്ടിലൈസേഷൻ പോലെ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ. ആൻഡ് ഇതിൻ്റെ അകത്ത് നിറച്ച് മീനും. ഞാൻ വിചാരിച്ചില്ല ഇത്രയും മീനുണ്ടോ. നോക്കിയേ, ഫിലോപ്പിയാന്ന് തോന്നുന്നു. ഒരുപാടുണ്ട് കേട്ടോ. നോക്കിയേ, അവർ ആൾക്കാർ വരുമ്പോൾ തീറ്റ കിട്ടുമെന്ന് ഓർത്ത് പൊങ്ങി നോക്കി. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ, എല്ലാം ഉണ്ട്. മുകളിൽ കൂടെ സിപ്പ് ലൈൻ പോകുന്നതിന് ഒച്ചയാട്ടോ, ഹെലികോപ്റ്ററൊന്നുമല്ല. അത് ആരും വിചാരിച്ചേക്കരുത്. സോ അതെ, ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. അത്യാവശ്യം നല്ലപോലെ കാണാൻ പറ്റുന്ന ഒന്നാണ് എൻ്റെ വിശ്വാസം. സോ ഈ ഒരു വ്യൂവിൻ്റെ ബിഹൈൻഡ് ഞാൻ കാണിച്ചു കേട്ടോ. അതേ നോക്കി, ലൗച്ചിനം നേരെ ഇങ്ങനെ കയറുന്നു. സെറ്റ് വ്യൂ. ഓക്കെ, നോർമലി എന്താ പറയുക, സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ഒന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇറ്റ്സ് റിയലി നൈസ്. സോ അത്യാവശ്യം ഇവിടെ എല്ലാ രീതിയിലുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഇവിടെ ബ്രെഡ് ഓംലേറ്റും മാഗി നൂഡിൽസും ചായ കോഫിയും ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടും ഈ ഒരു കടയിൽ. പിന്നെ അത്യാവശ്യം കരിക്കൊക്കെ കിട്ടും. അതുപോലെ തന്നെ സ്പൈസസ് ആൻഡ് ചോക്ലേറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ സ്പൈസസ് ആൻഡ് ചോക്ലേറ്റ് ഇവിടെ നല്ല മേടിക്കാറ്. സോ മോസ്റ്റ്ലി എൻ്റെ സ്ഥിരം ആയിട്ടുള്ള എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം എവിടെ നിന്നാണ് ഞാൻ മേടിക്കാറെന്നുള്ളത്. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ അവിടെ നിന്നാണ് മേടിക്കാറ്. ഇപ്പം ഈ പ്രാവശ്യം എന്തായാലും അവിടെ കയറുന്നുണ്ട്. ഓൾറെഡി വീട്ടിൽ നിന്ന് കോൾ വരികയും ചെയ്തു മേടിക്കണമെന്ന് പറഞ്ഞു. സ്റ്റാർട്ട് റെക്കോർഡിങ് കഴിഞ്ഞാൽ. പക്ഷേ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ കോഫി കുടിച്ച് കഴിഞ്ഞപ്പോൾ സോ ഇവിടെ നിന്ന് വേണ്ട ഇങ്ങനെ താഴോട്ട് ഇറങ്ങുവാണ്. മെയിൻ ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള താഴോട്ടിറക്കലാണ്. ഓഡിയോ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാട്ടർഫോളിൻ്റെ സൈഡിലോട്ട് നിൽക്കുമ്പോഴും അതിൻ്റെ സൗണ്ടും കുറേ വരും. ബട്ട് ഹോണസ്റ്റ്ലി 50 രൂപയ്ക്ക് വർത്താണോ മിസ്റ്റർ ഷിബിൻ? ഒരു വൺ ടൈം ഒക്കെ വന്ന് അടിച്ചു പൊളിച്ച് കാണാൻ ഒരു 50 രൂപ വർത്താണ്. 50 രൂപ മുടക്കുന്നതിന് കുഴപ്പമില്ല. ഹോണസ്റ്റ്ലി നല്ല അടിപൊളി വ്യൂ ഒക്കെ ആട്ടോ. വ്യൂ പോയിൻ്റ് ആണ്. കുറച്ച് റിലാക്സേഷനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ഈ ഇതുപോലത്തെ സ്ഥലങ്ങൾ എന്ന് പറയുമ്പം എന്തുമാത്രം ഡീപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം നല്ലപോലെ കെട്ടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും താഴോട്ട് പോകാനേ നിന്നേക്കരുത്, അത്രേ പറയാനുള്ളൂ. സിപ്പ് ലൈനിൻ്റെ അവിടുത്തെ പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്. വ്യൂസ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അവിടെ ഒരു ചെറിയ വാട്ടർഫോൾ തന്നെ സംഭവം. അതിലേയും വെള്ളം ഒഴുകുന്നുണ്ട്. സെറ്റ് വൈബ്. ഓറേഷ് മഴവിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വെയിലും മറ്റേ ഈ സ്മോക്കും എല്ലാം അടിച്ചിട്ട് നല്ലൊരു മഴവിൽ അവിടെ ഉണ്ട്. പക്ഷേ ക്യാമറയിൽ വിസിബിൾ ആണോ എന്ന് എനിക്ക് സംശയം. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ പേര് ആണോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത സ്ഥലത്തോട്ട് നമ്മൾ എത്താറായി. അപ്പോൾ എന്തായാലും നിലവിൽ ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് ഈ ഒരു സ്ഥലം അത്ര ഫേമസ് ആയെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും കൊള്ളാം, നൈസ് ഒരു സ്പോട്ടാണ്. അപ്പോൾ വീഡിയോ വൈറലായ മറ്റേ ആന്നൊക്കെ കുറേ പേര് പറഞ്ഞ് ആ സ്പോട്ടിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എടോ താഴോട്ട് ഇറങ്ങുന്നു, ഓക്കെ, മുകളിലോട്ട് ആരെങ്കിലും ഉന്തിക്കയറ്റേണ്ട വരും. ഇതൊരുമാതിരി സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, 1.5 സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ 18-ാം പടി 19-ാം പടി എന്നൊക്കെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ സീനാണ്. അയ്യോ, പക്ഷേ എന്തായാലും നിലവിൽ ഈ ഒരു സ്പോട്ടിൽ വർത്താണ്, കുഴപ്പമില്ല. എടോ എനിക്ക് തോന്നുന്നില്ലേ നേരത്തെയൊക്കെ അവിടെ ഇരിക്കാൻ, ഇതിപ്പോൾ അടച്ചിട്ടേക്കുമല്ലേ, അപ്പോൾ അവിടെയൊക്കെ ഇരിക്കാൻ വരുമായിരുന്നു നേരത്തെ എന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടെ വെള്ളം കൂടിയതുകൊണ്ട് അടച്ചതാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ വെള്ളം കയറി കിടപ്പുണ്ട് ഐ തിങ്ക്. കൊള്ളാം, അടിപൊളി. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങിപ്പോയി ഇരിപ്പുണ്ട്. അതെനിക്ക് തോന്നുന്നു ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നില്ല അവിടെ കണ്ടിട്ട്. കാരണം ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഫൈനൽ മഴവില്ലിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. മഴവില്ല് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് ക്യാമറയിൽ കിട്ടുന്നില്ല.
എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു ഡോട്ട് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഐ തിങ്ക് സോ. വാവ്. പക്ഷെ അന്ന് വീഡിയോയിൽ കാണിച്ച അത്രത്തോളം ഉള്ളൊരു സംഭവമില്ല. ബട്ട് എനിവേസ് ഓക്കെ. ഇനിയൊക്കെ അല്ലേ? ഗ്യാപ്പ് റോഡ്